നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു യുദ്ധം നടക്കുമോ എന്നുള്ളതിന്റെ ഒരു ഭീതിയുടെ മുൾമുനയിലായിരുന്നു പശ്ചിമേഷ്യ. കാരണം ഷിറി ബിബാസിന്റെ മൃതദേഹം വിട്ടുകൊടുക്കാതെ ബന്ദിമോചനത്തിൽ ഹമാസ് കാണിച്ച ചതി, അതുപോലെ തന്നെ ആ കുഞ്ഞു കുട്ടികളെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കളി കാര്യമാകുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം നിന്ന നിൽപ്പിലാണ് കഴിഞ്ഞ ദിവസം അന്ത്യശാസനം കൊടുത്തിരുന്നു ഷിറിയുടെ മൃതദേഹം അത് ഉടൻ കൈമാറിയിരിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു അന്ത്യശാസനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ഹമാസ് പത്തി മടക്കിയിട്ടുണ്ട്. മൃതദേഹം ശരവേഗത്തിലാണ് ഇസ്രയേലിന് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് പൊറുക്കാൻ ബന്ദിമോചനത്തിൽ ചതി കാണിച്ചതും അതുപോലെ തന്നെ ആ കുടുംബത്തെ കൊലപ്പെടുത്തിയതും ഒരിക്കലും അത് പൊറുക്കില്ല എന്ന് ജൂതജനത പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഷിറിയുടെ മൃതദേഹം തന്നതുകൊണ്ട് തങ്ങൾ വെറുതെ വിടും എന്ന് ഹമാസ് കരുതണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം കുട്ടികളുടെ മൃതദേഹം കണ്ടതിന് ശേഷമുള്ള ഭരണകൂടത്തിന്റെ ഒരു നിലപാട് അത് കടുപ്പിക്കുന്ന നിലപാട് തന്നെയാണ്. അത്രത്തോളം ക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും എന്താണ് ആ പിഞ്ചു കുട്ടികളോട് ഹമാസ് കാണിച്ച ക്രൂരത എന്താണ്? ഹമാസ് ആദ്യം മുതൽ തന്നെ ഈ കാര്യത്തിൽ കളിക്കുകയായിരുന്നു. വേണമെന്ന് വെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ശരിക്കും ഇസ്രയേലിനെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം ആദ്യം പറഞ്ഞു ഷിറിയുടെ മൃതദേഹം എന്ന് പറഞ്ഞിട്ട് ഒരു അജ്ഞാത സ്ത്രീയുടെ മൃതദേഹം കൊടുത്തു. ഈ അജ്ഞാത സ്ത്രീയുടെ മൃതദേഹം എന്ന് പറയുന്നത് കാരണം ഈ ഇതുവരെ ബന്ദികളാക്കപ്പെട്ട ആരുടെയും മൃതദേഹം അല്ല ഇത്. ഫോറൻസിക് ഇതില് ഈ കൊണ്ടുപോയിട്ടുള്ള ഒരാളുടെ മൃതദേഹവുമായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ DNA യോജിക്കാത്ത മറ്റൊരു പലസ്തീൻ യുവതിയുടെ മൃതദേഹമാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹമാസ് ഉത്തരം പറഞ്ഞത് വ്യോമാക്രമണത്തിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ മൃതദേഹങ്ങൾ പലതും ചിതറിപ്പോയിരുന്നു. അങ്ങനെ ഷിറിയുടെ മൃതദേഹം മറ്റു മൃതദേഹങ്ങളുമായി ചിതറിപ്പോയത് കാരണം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇസ്രയേൽ വീണ്ടും പറയുന്നത് അങ്ങനെ ഒരു വ്യോമാക്രമണം ഉണ്ടായിട്ടില്ല, വ്യോമാക്രമണത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഷിറിയുടെ മൃതദേഹം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് കടക്കും എന്ന് പറഞ്ഞ് അന്ത്യശാസ്ത്രം കൊടുത്തത്. അപ്പോഴാണ് ഈ ഷിറിയുടെ മൃതദേഹം എന്ന് പറഞ്ഞ് ഇപ്പൊ ഷിറിയുടെ മൃതദേഹം നൽകുന്നത്. അപ്പൊ ആദ്യം തന്നെ അറിയാമായിരുന്നു ഷിറിയുടെ മൃതദേഹം അല്ല കൊടുക്കുന്നതെന്നും ഇതിന്റെ പ്രശ്നം ഉണ്ടാകുമോ, വെറുതെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം. അതിന്റെ ഒപ്പം തന്നെ മറ്റൊരു ഏറ്റവും പേടിപ്പിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ കൊന്നത് വെടിവെച്ചല്ല. വെടിവെച്ച് കൊന്നതാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം കാരണം മരിച്ചതാണെങ്കിൽ എല്ലാം സമാധാനമുണ്ട്. അതിനേക്കാൾ ക്രൂരമായി കൈകൊണ്ട് ഞെക്കി പിടിച്ചിട്ട് ശ്വാസം മുട്ടിച്ചിട്ടാണ് ഈ കുട്ടികളെ കൊന്നിട്ടുള്ളത്. ഒന്നാലോചിക്കുക, കൊച്ചു കുഞ്ഞിനെയെല്ലാം ഒരു കൈകൊണ്ട്, ഒരു ക്രൂരന്റെ കൈകൊണ്ട് ഞെക്കി കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം വേദനയാണ് നൽകുന്നത്. ഒരൊറ്റ ഷോട്ടിൽ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നതിനേക്കാളും മൃഗീയമാണ് കൊച്ചു കുഞ്ഞിന്റെ കഴുത്ത് ഞെക്കി കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ. കഴുത്തൊടിഞ്ഞു എന്ന് കാരണം ആ ഹമാസ് ഭീകരന്റെ കൈക്കരുത്ത് ഒരുപക്ഷെ അവൻ വളരെ ഈ പറയുന്ന മയക്കുമരുന്നിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തിന്റെങ്കിലും ഒരു അതിന്റെ ഒരു ഇതിലായിരിക്കണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു അട്ടഹാസത്തിലോ അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്രൂരൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ചെയ്തതാകാൻ സാധ്യതയില്ല. കാരണം ഹമാസ് അത്രത്തോളം ഭീകരമായി ഇതിനു മുൻപും കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിനെ, ആ കുഞ്ഞിന്റെ ഫോട്ടോ കണ്ടാൽ തന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഒരു യഹോവ കുഞ്ഞു തന്നെയല്ലേ അത്. അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ മാത്രം ക്രൂരതയുള്ള ഒരു മനുഷ്യൻ തന്നെയല്ലേ അത് എന്നാണ് ഞാൻ സത്യത്തിൽ ചിന്തിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപക്ഷെ അതിഭീകരമായ വല്ല മയക്കുമരുന്നിന്റെയും അടിമയായി ക്രൂരതയിൽ അട്ടഹസിച്ച് ചെയ്തതാണോ എന്നുള്ള ഒരു സംശയമെങ്കിലും പറഞ്ഞു. എനിവേ അതൊരു ഏറ്റവും ഭീകരമായ സംഭവം. ഇത്രയും കാലം ഉണ്ടായ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തില് ഏറ്റവും മനസ്സിൽ കൊണ്ട് വിഷമം വന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിട്ടാണ് ഇത് തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു, സ്ത്രീകളെ നഗ്നരാക്കി കെട്ടി വലിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ് ഒക്ടോബർ 7-ാം തീയതി. അന്ന് തന്നെ നമുക്കെല്ലാം വളരെയധികം വിഷമം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെയോ വിഷമം തോന്നിയിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളില് അന്ന് മറ്റ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെല്ലാം ഇതിന്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ അത് വായിക്കുമ്പോൾ എന്തുമാത്രം നമ്മൾ അതിനെ വിഷമത്തോടു കൂടിയാണ് അത് കാണുന്നത് എന്നുള്ളതാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ, അത് ഈ രണ്ട് കുട്ടികളെയും, ചേട്ടനെയും അനിയനെയും കൈകൊണ്ട് ഞെക്കിക്കൊന്നിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ അമ്മയ്ക്ക് പകരം വേറൊരു സ്ത്രീയുടെ മൃതദേഹം ഇതിന്റെ കൂടെ വെച്ചു കൊടുക്കുക. അപ്പൊ അതെല്ലാം ക്രൂരതയുടെ അങ്ങേ അറ്റം അങ്ങ് കാണിക്കുക.
അതാണ് ചെയ്തിരിക്കുന്നത്. ഇതില് നമുക്ക് സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടികളെ കൊലപ്പെടുത്തുന്നത് ശരിക്കും ആ അമ്മയുടെ മുൻപിൽ വെച്ചായിരുന്നെങ്കിലുള്ള ഒരു അതായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെയാവാനേ വഴിയുള്ളൂ. കാരണം ഇത്രയും ചെയ്തത് ആ കുട്ടികൾ ആ അമ്മയെ മറ്റെന്തെങ്കിലും പറഞ്ഞ് അവരെ നിർബന്ധിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരോടുള്ള അവരെന്തെങ്കിലും കാര്യം ഇവര് പറഞ്ഞ് സമ്മതിക്കാത്തതിന്റെ പ്രതിഷേധമായിട്ടോ ആയിരിക്കണം ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആ സ്ത്രീയുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുക. കാരണം ഇത്രയും ചെയ്തവര് തീർച്ചയായും അത് അങ്ങനെ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴുത്ത് ഞെക്കി കഴുത്ത് ഒടിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെ, ഈ തടങ്കലിൽ വെച്ച് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതെന്താണ് തങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാനുള്ള പ്രായം ആ കുഞ്ഞുങ്ങൾക്കില്ല. നമുക്കറിയാം, പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലും അമ്മയുടെ നെഞ്ചിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് കണ്ടത്. അപ്പോ അവൻ അറിയുന്നില്ല എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അവൻ യഹോവയാണ് എന്ന് വിശേഷിപ്പിച്ചതായിരിക്കാം ഒരു പക്ഷേ ഇത്രത്തോളം ക്രൂരമായി അവനെ കൊലപ്പെടുത്തണം എന്നുള്ളത്. അതങ്ങനെ വിശേഷിപ്പിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യഹോവ ജീവിച്ചു ജനിച്ചു വന്നു എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. ഓമനത്വമുള്ള ഒരു കുഞ്ഞ്, അത്രേ അതിനെക്കുറിച്ച് അവര് പറയുന്നുള്ളൂ. നമ്മളിപ്പോഴും ദൈവത്തിന്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ നിഷ്കളങ്കതയും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഒരു ഓമനത്വമാണ് അവിടെ നമ്മൾ അതില് വാക്കുകൾ കൊണ്ട് പറയുന്നത്. തന്നെയല്ല, അവൻ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നാണ് നമ്മൾ പറയുന്നത്. അതാണല്ലോ നമ്മുടെ വിശ്വാസം. അപ്പോൾ അവൻ തിരികെ വരും, അപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് തിരികെ വരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ ഒരു പ്രതീകമായിട്ട് അവനെ അവർ വിശേഷിപ്പിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, ബന്ദികളിൽ ഏറ്റവും ചെറുതാണ് അവൻ. അതെ, ആ കുഞ്ഞിനോടെങ്കിലും ക്രൂരത ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ആ കുഞ്ഞിന് വളരെ നന്നായിട്ടാണ് നോക്കിയിരുന്നത് എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ ഹമാസിനോട് പോലും പൊറുക്കുമായിരുന്നു. അത്രയും ഒരു ചെറിയ കുഞ്ഞിനോട് പോലും എന്തിനാണ് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? ഇതൊക്കെ മനുഷ്യരാണ്. ജൂതനോടുള്ള ആ ഒരു വെറുപ്പ്, ഏത് മതത്തിൽപ്പെട്ടാലും കുഞ്ഞിനെന്ത് മതം? നമുക്കതൊക്കെ മനസ്സിലാകും. പക്ഷെ അതൊക്കെ മനസ്സിലാകാതെ ഇവരാ കുട്ടിയെ, ഈ കുഞ്ഞിനെ കൊല്ലാതെ ഇവരാരെങ്കിലും വളർത്തി മതം മാറ്റി അവരൊരു മുസ്ലിമായിട്ട് വളർത്താമായിരുന്നില്ലേ ഈ കുഞ്ഞിനെ? എങ്കിൽ പോലും ഇത്രയും വലിയൊരു തെറ്റില്ലല്ലോ. ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹമാണത്. കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതിനേക്കാൾ എത്ര ഭേദമായിരുന്നു. കുഞ്ഞ് അറിയുന്നില്ലല്ലോ ജൂതനായിട്ടാണോ ജനിച്ചത്, അറബായിട്ടാണോ ജനിച്ചത്. പിന്നെ ഒരു കാര്യമുണ്ട്, അവനെ അങ്ങനെ വളർത്തുകയായിരുന്നുവെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നത് ജൂതരാജ്യത്തിനെതിരെ പടവെട്ടാനുള്ള ഒരാളായിട്ട് വളർത്തുമായിരുന്നു, ഭീകരനായിട്ട് വളർത്തുമായിരുന്നു എന്നുള്ളത്. എന്തായാലും നമുക്ക് അത്തരം ചർച്ചകളിലേക്കൊക്കെ ഒരു വികാരം, അതായത് അത്രത്തോളം ശരിയാണ്, നമുക്ക് അത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന വാർത്ത തന്നെ ആയിരുന്നു അത്. പക്ഷേ ഷിറിയുടെ മൃതദേഹം തിരികെ കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഇസ്രയേൽ പൊറുക്കാൻ തയ്യാറാകും? തീർച്ചയായിട്ടും പൊറുക്കാൻ തയ്യാറാവില്ല. കാരണം ഒന്നാമത് ഈ ഒരു കാര്യം, അത് കുഞ്ഞിനെ കൊന്നത്, രണ്ടാമത് ഷിറി ബിബാസിന്റെ മൃതദേഹം വെച്ച് കളിച്ചത്. കാരണം ആ അതിനെ മൃതദേഹമാണെന്ന് പറഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം കൊടുക്കുകയും പിന്നീട് അത് കഷ്ണങ്ങളായി ചിന്നിച്ചെതറിയെന്ന് പറയുകയും അതിനുശേഷം വീണ്ടും ഷിറി ബിബാസിന്റെ മൃതദേഹം കൈമാറുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു മൃതദേഹം വെച്ച് പോലും കളിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒപ്പം തന്നെയാണ് ഇന്നലെ അപകടമുണ്ടായത്, ബസ്സിലെല്ലാം ബോംബ് വെക്കുന്നത്. അപ്പോൾ ഹമാസ് ഒരിക്കലും ഇനി വെറുതെ ഇരിക്കില്ല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാസയിലെ വെടിനിർത്തൽ കരാർ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇനിയുള്ള ബന്ദികളെ തിരിച്ച് വാങ്ങുന്നതുവരെ ഒരുപക്ഷെ മൗനം പാലിച്ചാൽ തന്നെ, കാരണം ഇനി 67 ബന്ദികളാണ് ഉള്ളത് എന്ന് പറയുന്നു. ഇതില് അവരെ വിട്ടുകിട്ടുന്നത് വരെ മൗനം പാലിച്ചേ മതിയാകും. കാരണം ആ കുട്ടികളെ കൊലപ്പെടുത്താനുള്ള മനസ്സുള്ളവർക്ക് ഉറപ്പായിട്ടും ബാക്കിയുള്ളവരെ കൊലപ്പെടുത്തും. കാരണം 67 ബന്ദികൾ ഉള്ളതില് ഇനി 67 പേരൊന്നും ജീവനോടെ ഇല്ല. 35 പേരെ മറ്റോ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി 32 പേരെയാണ് വിട്ടുകിട്ടാനുള്ളത്. ആ 32 പേരിൽ കിട്ടാനുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രതീക്ഷ മാത്രമാണ്. അതിൽ എത്ര പേരാണ് ജീവനോടെ ഉള്ളത്, എത്ര പേരുടെ മൃതദേഹങ്ങളാണ് ഇവർക്ക് കൊടുക്കാൻ പാകത്തിൽ ഉള്ളത്, ആ മൃതദേഹങ്ങളോട് എന്തെല്ലാം ക്രൂരതകൾ കാണിച്ചിട്ടുണ്ട്, ഇതെല്ലാം തന്നെ ഇനി നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. ബന്ദിമോചന വിഷയത്തിൽ താഴാവുന്നതിന്റെ പരമാവധി ഇസ്രയേൽ താണിരിക്കുകയാണ് ഇപ്പോൾ. കാരണം 5 അല്ലെങ്കിൽ 3 4 കൂടിപ്പോയാൽ 6 ബന്ദികളെ വിട്ടയക്കുമ്പോൾ
പകരം ഇസ്രയേൽ കൊടുക്കുന്നത് ആയിരക്കണക്കിന് പലസ്തീനികളെയാണ്. വേറൊന്നല്ല, ഹമാസ് ഭീകരരെയാണ് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. വന്നു. അതിനൊപ്പം തന്നെ ഈ ബന്ദികളെ കൈമാറുമ്പോണ്ടല്ലോ തോക്ക് പിടിച്ചിട്ടുള്ള ഹമാസുകൾ ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹമാസ് തീരുന്നില്ല, ഒന്നിനു പുറകെ ഒന്നായിട്ട് മുളച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭീതിതമായ അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നു. ഇത് മാത്രമല്ല, ഷിറിയുടെ മൃതദേഹം കൊടുക്കാതെ ഇവർ ഒരു കളി നടത്തി എന്ന് ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് അതിൽ മറ്റൊരു വിഷയം കൂടി അതിനോട് കൂടി ചേർത്ത് വായിക്കാം. ഒരുപക്ഷെ നമുക്കറിയാം ഇപ്പോഴും യഹ്യ സിൻവറിന്റെ മൃതദേഹം ഇസ്രയേൽ വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു. കാരണം ഷിറി ബിബാസിന്റെ കുടുംബങ്ങൾ പറഞ്ഞിരുന്നു അവർ മരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഷിറി ബിബാസിന്റെ കുടുംബം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അവരെ 3 പേരെയും ഒരുമിച്ച് അടക്കം ചെയ്യണമെന്ന്. കാരണം മരണത്തിലെങ്കിലും അവർ ഒരുമിച്ച് ഇരിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഇവരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടി, അതായത് മൃതദേഹമായിട്ടാണെങ്കിൽ അത് അങ്ങനെയെങ്കിലും തിരികെ ഞങ്ങൾക്ക് വേണം എന്നുള്ള ഒരു വാശി ആ കുടുംബത്തിനുണ്ടായിരുന്നു. ഇസ്രായേൽ ഭരണകൂടത്തിന് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിലും യഹ്യ സിൻവറിന്റെ ബോഡി വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തിയതാണോ? അവസാനം ഇത് പണി പാളുന്നു എന്ന് കണ്ടപ്പോൾ പേടിച്ച് തിരികെ കൊടുത്തതാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇല്ല എന്ന് പറഞ്ഞ ഒരു മൃതദേഹമാണ് പെട്ടെന്ന് തിരികെ കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോഴത്തെ ഒരു അമേരിക്കയുടെ ഒരു ഇടപെടൽ എന്തായിരിക്കും? കാരണം ഏറ്റവും വലിയ ക്രൂരത ബന്ദിമോചനത്തിൽ ഇസ്രയേലിനോട് ഹമാസ് കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവരെല്ലാവരും അറബ് രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഇടപെട്ടത് കൊണ്ടാണ് വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ സമ്മതിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇത്തരത്തിലൊരു ചതി ഇസ്രയേലിനോട് ഹമാസ് കാണിക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ അവരുടെ ഒരു നിലപാട് എന്താണ്? ഇനിയിപ്പോ എന്തായാലും അടുത്ത ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നത് വരെ, വെടിനിർത്തൽ കരാറിലെ അടുത്ത ബന്ദിമോചന ചർച്ച വരെ ഇപ്രാവശ്യം തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയത്. ആദ്യം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നീടാണ് മറ്റേ അമേരിക്കയും ഖത്തറും എല്ലാം ഒന്നിച്ചു ചേർന്ന് ഈ ഒരു നിലയിലേക്ക് എത്തുന്നതും 3 ബന്ദികൾക്ക് പകരം 3 ബന്ദികൾക്കൊപ്പം തന്നെ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കാം എന്നുള്ള ഒരു കരാറിലേക്ക് എത്തുകയും ചെയ്തത്. ഇനി അടുത്ത ആഴ്ചയാണ് അടുത്ത ഘട്ടം വരുന്നത്. ആ വരുമ്പോൾ എന്തെല്ലാമാണ് ഇനി ഉണ്ടാകുക എന്നുള്ളത് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം അറബ് രാജ്യങ്ങൾക്കും ഇപ്പോ ഒരു അടി കിട്ടിയിരിക്കുകയാണ്. കാരണം ഖത്തറും എല്ലാം പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് ഹമാസുകൾ പെരുമാറുന്നത്. ഇപ്പോഴ് അവർക്കും ഒരു വോയിസ് ഇല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ വീണ്ടും ഒരു യുദ്ധത്തിന്റെ ഒരു കേളികൊട്ട് കേൾക്കുന്നുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് മാത്രമല്ല, അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രതിസന്ധി. കാരണം ഗാസ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ ഒരു ഉച്ചകോടി നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അവർ ദോഹയിൽ ഒത്തുകൂടിയിരുന്നു. ചില അറബ് രാജ്യങ്ങളുടെ നേതാക്കൾ എല്ലാവരും അവര് ചർച്ച ചെയ്യുന്നത് ഗാസ അത് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് പോലെ അമേരിക്ക ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു തീരുമാനമാണെങ്കിൽ അതിനെ അംഗീകരിക്കാൻ ഒരു വിഭാഗം അറബ് രാജ്യങ്ങൾ തയ്യാറല്ല. എന്നാൽ മറ്റൊരു കൂട്ടർ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലും ഒരു ഒറ്റ അഭിപ്രായം അറബ് രാജ്യങ്ങൾക്കില്ല. അതും ഒരു വലിയ ചർച്ചയുടെ വക്കിലും തല്ലിപ്പിരിയുന്നതിന്റെ വക്കിലും ഒക്കെ കിടക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഹമാസ് മധ്യസ്ഥത വഹിച്ച അറബ് രാജ്യങ്ങളെ എല്ലാവരെയും കൂടി ഒന്നിച്ചങ്ങ് പറ്റിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അറബ് രാജ്യങ്ങൾ, കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഹമാസിന് വേണ്ടി വാദിച്ചുകൊണ്ട് ആരും വന്നേക്കരുതെന്നാണ്. അത് അറബ് രാജ്യങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു അത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത്. നമ്മൾ പശ്ചിമേഷ്യയിലെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിൽ അതിനേക്കാൾ ഗംഭീരമായ മുറവിളികളാണ് അങ്ങ് ഹമാസിന് വേണ്ടി ഇവിടെ ഉയരുന്നത്. അതിന്റെ രോദനങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃത്താല ദേശോത്സവം നടന്നത് വലിയ ഒരു വിവാദമായി മാറിയിരിക്കുകയാണ്. കാരണം തൊള വീണ് കാഞ്ഞുപോയ ഹമാസ് നേതാക്കളെ എല്ലാവരെയും കേരളത്തിലെ ഒരു കൂട്ടർ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു എന്നുള്ള രീതിയിൽ എനിക്ക് പക്ഷെ തോന്നുന്നത് എന്താണെന്നറിയോ, ഇത് അവർക്ക് അറിയാഞ്ഞിട്ടായിരിക്കോ? ഇവരെല്ലാം വലിയ ആൾക്കാരാണെന്ന് ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരിക്കോ? അതിൽ ഭീകരമായ കുട്ടികളൊക്കെ ഈ യഹ്യ സിൻവറുടെ ഒക്കെ പോസ്റ്റർ പിടിച്ചോണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് നമ്മളിത് ട്രോളായിട്ടാണ് ഇത് വളരെ വലിയ രീതിയിൽ, പക്ഷെ അതങ്ങനെ ട്രോളായിട്ട് നിസ്സാരവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ല. എനിക്ക് തോന്നുന്നു പക്ഷേ ഹമാസിന്റെ യഹ്യ സിൻവറും ഹിസ്ബുള്ളയുടെ ഹസൻ നസറുള്ളയും ഒക്കെ ഹീറോയാണ് എന്ന്
ഒരു കൂട്ടം കുട്ടികളെയും അങ്ങ് കുട്ടികള് പറഞ്ഞ് വിശ്വസിച്ച് അതല്ലാതെ ഇതൊരു വലിയ നേതൃത്വം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഉയർത്തിയതാണ് ഈ ആനപ്പുറത്ത് യഹ്യ സിൻവറിനെയും ഹനിയെയും എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്യില്ലല്ലോ. അല്ല, അതിലും വലിയ ഒരു സംഭവം അവിടെ നടന്നത് ഈ പരിപാടിയിൽ മന്ത്രി എം പി രാജേഷും കോൺഗ്രസിന്റെ VT ബൽറാമും അവിടെ ഉണ്ടായിരുന്നു. അവരിതിനെ എതിർത്തൊരു അക്ഷരം പറഞ്ഞില്ല. അവിടെ കൂടി നിന്ന പോലീസ് ഇതിനെ എതിർക്കാൻ തയ്യാറായില്ല. നിസ്സാര വിഷയമല്ല അത്. അതവർക്ക് മനസ്സിലാവാഞ്ഞിട്ടായിരുന്നോ? അല്ല, ഇത് മനസ്സിലാവാകാഞ്ഞിട്ടൊന്നും അല്ല. കാരണം ഈ വോട്ട് ബാങ്ക് സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ ഒരു കൂട്ടരെ പ്രീണിപ്പിക്കണം എന്നുള്ള ഒരു മനോഭാവം. യഹ്യ സിൻവറിനെയും ഹനിയെയും എന്തിന്? അതാണ് അവിടെ സിൻവറും ഹനിയെയും മാത്രമല്ല, ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഉണ്ടായിരുന്നു. അവിടെ ഗാസയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നല്ലോ ഹമാസിന്റെ ഒരു നേതാവ് മലപ്പുറത്ത് സംസാരിച്ചത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടരുണ്ടല്ലോ, ഈ തീവ്ര ചിന്താഗതിയുള്ള ഒരു കൂട്ടർ പറയുന്നത് ഇത് ഞങ്ങൾക്ക് നേരെയുള്ള മറ്റേ എന്താ പറയുന്നത്, ഞങ്ങളെ മാറ്റി നിർത്താനുള്ള ഒരു ശ്രമമാണ് എന്നാണ്. അത് കാരണം നമുക്ക് ചില സമയങ്ങളിൽ ആ പേര് പോലും പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. കാരണം പറഞ്ഞു പോയാൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കൊത്തിപ്പറിക്കാൻ ഒരു കൂട്ടർ ഇറങ്ങും. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. നമ്മള് ഇപ്പോൾ ഇത് പറയും മതക്കാർഡ് ഇറക്കി ഞങ്ങളെ മാറ്റി നിർത്താനുള്ള വർഗീയത പറയുന്നതല്ല. പക്ഷെ ഈ മാതിരി കണ്ടു കഴിഞ്ഞാൽ യഹ്യ സിൻവറിയും ഹനിയെയും ഒക്കെ പൊക്കിപ്പിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതും ഒരു വലിയ ഒരു ഉത്സവത്തിൽ വെച്ച്, വെറുതെ ഒരു കുട്ടി ഒരു വീട്ടിൽ വെച്ച് ഉയർത്തുകയാണെങ്കിൽ തന്നെ നമ്മളതിനെ നിയന്ത്രിക്കേണ്ടതാണ്. ആ സമയത്താണ് ഒരു ഉത്സവത്തില് ആനപ്പുറത്ത് യഹ്യ സിൻവറിനെ എല്ലാം തലയിലേറ്റിക്കൊണ്ട് നടക്കുമ്പോൾ ആരും ഉണ്ടായില്ലേ ഇതെല്ലാം വിഡിത്തമാണെന്ന് പറയാൻ? ഈ നേതാക്കന്മാരൊക്കെ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഇത്രയും അറിവില്ലാത്തവരാണോ, അതോ അറിവ് കൂടിപ്പോയതിന്റെ പ്രശ്നമാണോ, അതോ വർഗീയതയാണോ? ഇത് ഇപ്പോൾ സംഭവിച്ചത് തൃത്താല ദേശോത്സവത്തിന്റെ സംഭവം അതിപ്പോൾ സൈബർ ഇടത്തിൽ വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട്. പക്ഷെ ഇതിനു മുൻപൊരു സംഭവം നടന്നിരുന്നു. അന്ന് പിന്നെ നമ്മളൊരു ദുരന്ത മുഖത്തായിരുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല. വയനാട് 2 വാർഡ് ഒലിച്ചു പോയിട്ട് 400ഓളം പേർ മരണപ്പെട്ട ഒരു സംഭവം ഇവിടെ നടന്നപ്പോൾ ആ സമയത്താണ് യഹ്യ സിൻവറും അല്ല ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെടുന്നത്. അന്ന് ഒരു കൂട്ടർ പ്ലക്കാർഡും പിടിച്ച് റോഡിൽ പ്രതിഷേധത്തിന് ഇറങ്ങി. ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയ അതിദാരുണമായ സംഭവം. അതിൽ കേരളം നടുക്കത്തിൽ നിൽക്കുന്ന സമയത്ത് ഒന്ന് ഓർത്തു നോക്കണം. എവിടെയോ കിടക്കുന്ന കുറെ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ മുറവിളി നടക്കുന്നത്. എന്നാൽ സ്വന്തം സഹോദരങ്ങളാണ് തൊട്ടപ്പുറത്ത് മരിച്ചത് എന്നുള്ള ഒരു വിഷമം പോലും ഇല്ലാത്ത കുറെ ആൾക്കാർ. ഇത് എല്ലാ വിഭാഗത്തിലും ഉണ്ട് ഇങ്ങനത്തെ കുറെ ആൾക്കാർ. കാരണം ഈ തീവ്ര നിലപാടുകൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരെ പൊക്കിപ്പിടിച്ച് അവരുടെ മതപണ്ഡിതന്മാരെ, അത് ഇസ്ലാമിന്റെ മാത്രമല്ല, ഇത് ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട്, ഹിന്ദുയിസത്തിലും ഉണ്ട്. എല്ലാ മതത്തിലും ഉള്ളതാണ്. വെളിവില്ലാത്ത ഒരു കൂട്ടർ ഇതുപോലെയുള്ള അനവസരത്തിലുള്ള തെമ്മാടിത്തങ്ങൾ കാണിക്കുമ്പോൾ അതിനെ എതിർക്കാൻ ഈ ബന്ധപ്പെട്ട ഭരണാധികാരികളോ പോലീസ് സംവിധാനങ്ങളോ തയ്യാറാകാത്തത്. ഇതിനു മുൻപ് ഒരു കൊലവിളി മുദ്രാവാക്യം ആലപ്പുഴയിൽ ഉയർന്നതാണ്. അത് കേരളം മറക്കില്ല. അരിയും മലരും കുന്തിരിക്കവും മേടിച്ചു വെച്ചോ, നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട്. അന്ന് മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? ഒരു കുട്ടിയാണ്. ഒരു കുട്ടിയെ കൊണ്ടാണ് അത്രത്തോളം ഒരു കൊലവിളി പ്രസംഗം, ഒരു കലാപാഹ്വാനം നടത്തിയത്. അപ്പോൾ ഇതൊന്നും വെച്ചുപൊറിപ്പിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഭരണകൂടങ്ങൾ പ്രത്യേകിച്ച് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വർഗീയത പ്രചരിപ്പിക്കുന്നത് ഈ ഭരണകൂടം തന്നെയാണെന്ന് പറയേണ്ടി വരും. അത് ആര് ഭരിച്ചാലും. ഇത് കേരളത്തിന്റെ മാത്രം അവസ്ഥയല്ല ഈ പറഞ്ഞു വരുന്നത്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും ഇതുപോലെ വർഗീയത പറഞ്ഞു പരത്തുന്നതും വർഗീയതയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലാപങ്ങൾ നടത്തുന്നതും ഈ ഭരണകൂടങ്ങൾ തന്നെയാണ്. അതിനെതിരെയാണ് ശക്തമായ നിയമങ്ങൾ വേണ്ടത്. ഇതിനിടയിൽ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മൊസാദ് കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞൊരു ചർച്ച വന്നിരുന്നു. അപ്പൊ ഇന്ന് അത് സംഭവം ഒന്നും ആയിരുന്നില്ല. ഒരു ഇസ്രയേലിലെ ഒരാള്, ഇവിടെ ഒരു ഇസ്രയേൽ പൗരൻ ടൂറിസമായിട്ട് വന്നതാണ്, നമ്മുടെ കുമരകത്തേക്ക് വന്നതാണ്. അപ്പൊ മുണ്ടക്കയത്ത് വെച്ചിട്ട് ഇയാളെ പിടികൂടി. കാരണം അവിടെ വെച്ച് അയാൾ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചു. അപ്പൊ ഇയാളാണെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലത്തെ ഒന്നും മറ്റേ ഫോൺ സിം ഒന്നും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ശരിക്കും കിട്ടുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദുബായിൽ നിന്ന് ഒരു സാറ്റലൈറ്റ് ഫോൺ വാങ്ങിച്ചു. പുള്ളിക്ക് ഇത് ഇന്ത്യയിലെ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നറിയില്ലായിരുന്നു.
അപ്പൊ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചതും ഒരാളുടെ മുണ്ടക്കയത്ത് വെച്ചിട്ട് ഒരാള് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചു എന്നുള്ളത് പോലീസ് വൃത്തങ്ങളിലേക്ക് എല്ലായിടത്തേക്കും പോയി. അത് ഗംഭീരമായിട്ട് ചർച്ചയായി, ഉന്നതങ്ങളിലേക്ക് പോയി. ഉടനെ ഇന്റലിജൻസ് വിഭാഗത്തിലെല്ലാം വിവരം കിട്ടി. ഇവരെ അറിയിച്ച് പോലീസിനെ അറിയിച്ച് വന്നിട്ട് ഇയാളെ പിടിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, പക്ഷെ അയാളൊരു ടൂറിസ്റ്റ് ആണ്, അയാൾ തേക്കടിക്ക് പോവായിരുന്നു, സ്ഥലം അറിയാൻ വേണ്ടി നോക്കിയതാണ് എന്ന് പറയുന്നത്. ഇസ്രയേലിൽ നിന്ന് വന്ന ഒരാൾ ഇത്തരത്തിലുള്ള രഹസ്യ നീക്കങ്ങളൊക്കെ നടത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് മൊസാദ് എന്ന് തന്നെയാണ്. NIA ഉദ്യോഗസ്ഥരൊക്കെ രംഗത്ത് വന്ന് ചോദ്യം ചെയ്തു. അപ്പൊ അയാളും അയാളുടെ ഭാര്യയാണുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനു മുൻപും ഒരു ഇസ്രയേലി കുടുംബം ദമ്പതികൾ തേക്കടിയിൽ വന്നിട്ട് ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഇസ്രയേലിക്കാരനാണ് എന്നറിഞ്ഞുകൊണ്ട് അവിടെ കശ്മീരി കാരനായ ഒരാൾ അവരെ കടയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. അന്ന് ഇതുകൊണ്ട് NIAക്ക് വരേണ്ടി വന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ബിബാസിന്റെ കുഞ്ഞു ബിബാസ് കഫീറിന്റെ ഒരു വേർപാട് അത് വളരെ മനസ്സിനെ ഉലയ്ക്കുന്നത് തന്നെയാണ്. മനസ്സുള്ള ആരെയും ഒലിക്കുന്ന ഒരു വേർപാട് തന്നെയാണ്. അത് ഏത് ബന്ധിയാണോ, ഏത് മതമാണോ, ഏത് ജാതിയാണോ ഉള്ളതിനെല്ലാം അപ്പുറം ആ കുഞ്ഞിന്റെ ഫോട്ടോ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിനെ ഉലയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് നമ്മൾ അറിയുന്നത്. ബാക്കിയുള്ള ബന്ദികളെയെങ്കിലും ജീവനോടെ കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ്. അതോടൊപ്പം തന്നെ ഗാസയിൽ സമാധാനം ഉണ്ടാകട്ടെ. അതാണ് ആവശ്യം. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.